ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഏത് വ്യക്തികളെ മാറ്റാൻ കഴിവുള്ള ദൈവവചനം. നമ്മളത് ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആദ്യം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകാം. കണ്ണുകളെ അടച്ച് ഒരു മനസ്സോടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കർത്താവ് തരും. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ അടുത്ത് വരികയാണ്. കർത്താവെ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരെ സ്പർശിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് വചനം കേൾക്കുമ്പോൾ അവർക്ക് വലിയ വിടുതലാകണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വീടിനകത്ത്, അവരുടെ ഓഫീസിൽ, അവരുടെ കുടുംബത്തിൽ ദൈവത്തിന് ഒരു ബ്ലെസ്സിങ് ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം എടുക്കാം. 12-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വേദവാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ജോൺ ചാപ്റ്റർ 12 verse 23 and 24 and 25 and 26. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണു ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ പിതാവ് മാനിക്കും. നല്ല വചനം ഓർത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ. 11-12 അധ്യായം വേദപുസ്തകത്തിലെ വളരെ ശ്രദ്ധേയമായ അധ്യായങ്ങളാണ്. 11-ാം അധ്യായത്തിൽ യേശു സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ചാണ് 11-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. ആ കുടുംബത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു, ബെഥാനിയിലെ മാർത്തയുടെയും മറിയയുടെയും ലാസറുടെയും ഭവനം. യേശു സ്നേഹിച്ച ഒരു കുടുംബം. ആ കുടുംബത്തിൽ പെട്ടെന്ന് ഒരു രോഗത്തിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശി. അപ്പം ഞാൻ നിങ്ങളോട് തുറന്ന് പ്രസംഗം തുടങ്ങുക. യേശു സ്നേഹിച്ചാലും യേശുവിനെ സ്നേഹിച്ചാലും പ്രശ്നങ്ങൾ വരാം. പക്ഷേ യേശുവിനെ സ്നേഹിക്കുന്നവന് പ്രശ്നത്തിൽ നിന്നുള്ള വിടുതൽ ഭയങ്കര അത്ഭുതകരമായിട്ടായിരിക്കും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? അപ്പോൾ യേശുവിനെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ പ്രശ്നം വന്നതെന്ന് ആരും കരുതരുത്. യേശുവിനെ സ്നേഹിച്ചാലും നിനക്ക് പ്രശ്നം വരാം. പക്ഷേ ആ പ്രശ്നത്തിൽ നിന്നുള്ള വിടുതൽ യേശുവിൻ്റെ കയ്യാൽ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങൾ പ്രശ്നത്തിൽ അകപ്പെട്ടാലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താമസിക്കാതെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് ഒരു നീക്കുപോക്ക് കർത്താവ് തരും. കർത്താവ് ലാസറിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ലാസർ ദീനമായി കിടക്കുമ്പോൾ, ഞാൻ ആ ഭാഗം കഴിഞ്ഞ ദിവസം ഒന്ന് തൊട്ടതാ, എങ്കിലും ഞാൻ ആ ഭാഗത്തോടൊന്ന് കടന്നു പോകുക ഈ വചനം തെളിയിക്കാൻ വേണ്ടി. ലാസറിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, ലാസർ ദീനമായി കിടക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ ആള് ചെന്ന് പറയുകയാണ്, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. നോക്കിയേ, ലാസറിന് യേശുവിൻ്റെ ഹൃദയത്തിലുള്ള സ്ഥാനം പ്രിയനായവൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്ക് ദൈവവുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടോ? ഇല്ലാത്തവർ ഇന്ന് ഉണ്ടാക്കിയെടുക്കണം. നമുക്കെല്ലാവർക്കും ദൈവത്തെ അറിയാം. ചോദ്യം തിരിച്ചാൽ, ദൈവത്തിന് നിന്നെ അറിയാമോ? ഹല്ലേലൂയ. എൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറയുക, എൻ്റെ ബാബുച്ചായം പറഞ്ഞു വിട്ടിട്ടാ വന്നേ. അപ്പം ഞാൻ ചോദിക്കും, ഏത് ബാബുച്ചാൻ? എൻ്റെ ഫോണിൽ 136 ബാബുച്ചാന്മാരുണ്ട്. അപ്പം പറയും, തിരുവനന്തപുരത്ത് 16 ബാബുച്ചാന്മാരുണ്ടല്ലോ. അപ്പം പറയുക ജീസസ്. അപ്പം അവർ പറയുക, എൽസിയുടെ ഹസ്ബൻഡ് ബാബു. ഓ, അറിയാം. പക്ഷെ യേശുവിൻ്റെ അടുക്കൽ ചെന്നേച്ച് സ്തോത്രം, ദൈവത്തിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന യേശുവിൻ്റെ അടുക്കൽ ചെന്നേച്ച് പറയുക, നിനക്ക് പ്രിയനായവൻ. അപ്പൊ ആരും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കാത്ത ഒരു സ്ഥാനം നീ യേശുവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്.
ചെല്ലു പറയത്തില്ലയോ, അമ്മേ ഇന്ന ആളെ കൊണ്ടൊന്ന് വിളിച്ചു പറയിച്ചാൽ കാര്യം നടക്കും. എന്താ? അയാളുമായി നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് ചില ദൈവദാസന്മാരോടൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്നത്. അവർ പ്രാർത്ഥിച്ചിട്ട് കേൾക്കുന്നില്ല, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കും. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. അപ്പം ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുക, സ്നേഹിത, ദൈവത്തിന് സ്തോത്രം, യേശുവിൻ്റെ ഹൃദയത്തിൽ നീ ഒരു സ്ഥാനം സ്വീകരിച്ചേ. അവൻ പറയാം, നിനക്ക് പ്രിയനായവൻ ദീനമായി. ഇത് കേട്ടപ്പോഴേ കർത്താവ് പറഞ്ഞു, ഈ ദീനം മരണത്തിനല്ല, ദൈവപുത്രൻ മഹത്വം എടുക്കണം. പക്ഷെ അവിടെ നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു ഭാഗമുണ്ട്. യേശു സ്നേഹിച്ച വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടും യേശു സൈലൻ്റായി. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആയത്, ഞങ്ങൾ കർത്താവിനെ ഇത്രയും വിളിച്ചിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് കർത്താവ് സൈലൻ്റായി? നിന്നെ മറന്നതല്ല, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ദൈവത്തിന് നാട്ടുകാരെ മുഴുവനൊന്ന് കാണിക്കണം. ഒരാമീൻ പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ നിന്നെ നിന്ദിച്ചവരെ കാണിച്ചു തരണം. യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനുഷ്യൻ വിധി എഴുതി മാറ്റിയ വിഷയത്തെ മറുപടിയാക്കി തരുവാൻ യേശു ഉണ്ട് എന്ന് യേശുവിനെ കാണിച്ചു തരണം. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് കൈ കൊടുത്തേച്ച് പറ, ദൈവം സൈലന്റ് ആയത് വെറുതെ അല്ലെന്ന് പറ. ഹല്ലേലൂയ. ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അല്പ ദിവസം നടന്നില്ലെന്ന് കരുതി ടെൻഷൻ ഒന്നും എടുക്കരുത്. എൻ്റെ കർത്താവ് അത് കൈകാര്യം ചെയ്യാൻ ഇറങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് വിശ്വാസം ഒന്ന് ഏറ്റെടുത്ത നിങ്ങൾ. ഹല്ലേലൂയ. അല്പ ദിവസം യേശു നിന്റെ കാര്യത്തിൽ ഇറങ്ങി വന്നില്ല. 4 ദിവസമായിട്ട് ആ വീട് മരണ വീടാണ്. ആ വീട്ടിൽ ആൾക്കാർ പറയുന്നുണ്ട്, സ്തോത്രം, യേശുവിനെ വിളിക്കാൻ ഇറങ്ങി, അവിടെ ഗതികേട് കണ്ടോ? പക്ഷെ ഈ സംസാരം തന്നെ അല്പ ദിവസം കഴിയുമ്പോൾ തിരിച്ച് സംസാരിക്കും. എന്നോട് എന്തോ ദൈവാത്മാവ് ഒരു പ്രവചന ദൂത് പോലെ പറയുക, നിന്നെക്കുറിച്ച് ചിലർ പറയുന്ന അടക്കം പറച്ചിൽ നിന്നിട്ട് അവര് ചില കാര്യങ്ങൾ തിരിച്ചു പറയാൻ പോവുക. പ്രാർത്ഥിക്കാൻ ഇറങ്ങിയിട്ട് എന്തായി എന്ന് നിന്നെ വിമർശിച്ചു ചോദിച്ചവരുടെ നടുവിൽ അവര് തന്നെ തിരിച്ചു പറയാൻ പോയി. നമുക്ക് ഗഹനമായിട്ട് ഈ ദൂത് ചിന്തിക്കാം. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, അവിടെ ലാസർ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ചു. അത് ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. അതൊന്നും എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട്. പക്ഷെ ഞാനൊരു കാര്യം നിന്നോട് പറയാം, ഒരിക്കലും നന്നാക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന കാര്യത്തിലാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. അസാധ്യമായ കാര്യം കൊണ്ടാണ് നിങ്ങളിവിടെ വന്നേക്കുന്നത്. നടക്കത്തില്ലെന്ന് ചിലർ പറയുന്നുണ്ട്, നാട്ടുകാർ പറയുന്നുണ്ട് നടക്കത്തില്ലെന്ന്, നിന്റെ മനസ്സിലും സാത്താനും പറയുന്നുണ്ട് നടക്കത്തില്ലെന്ന്. പക്ഷെ കർത്താവ് പറയുക, ജീസസ് ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും? ഹോ, നിനക്ക് വിശ്വസിക്കാമോ? മനുഷ്യൻ എഴുതി തള്ളിയ കാര്യം യേശു കൈയേൽക്കട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ കുറച്ച് ദിവസമായിട്ട് ഇവര് മരിച്ച് അന്നൊക്കെ പ്രതീക്ഷിച്ച് അവര് ചിലപ്പോൾ ലാസറിനെ അടക്കുന്നതിന് മുമ്പേ ആര് വരുമായിരിക്കും? അങ്ങനല്ലേ? എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു, ഇന്നും അങ്ങനെ എന്നോട് മിണ്ടുന്നില്ല. അതിൻ്റെ കാരണം, ആ പുള്ളിക്കാരൻ്റെ അമ്മ മരിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. പറ്റാതെ വേറൊന്നും കൊണ്ടല്ല. ഹല്ലേലൂയ. ഞാൻ ഒരിടത്തുനിന്ന് ഓടി വന്നപ്പോൾ ലേറ്റായിപ്പോയി, അടക്കം കഴിഞ്ഞു, പിന്നെ ചെല്ലാൻ പറ്റുകയില്ല. നിങ്ങളിങ്ങോട്ട് നോക്കണം. ഹല്ലേലൂയ. അത് അദ്ദേഹം എൻ്റെ സ്നേഹിതനായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാൾ കൊണ്ട് മിണ്ടുന്നില്ല. മിണ്ടാത്തതിൻ്റെ കാര്യം എന്താ? പുള്ളിയുടെ വീട്ടിൽ മരണം നടന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. നിങ്ങൾ ഇങ്ങോട്ട് സഹകരിച്ചേ. യേശു ഇത്രയും സ്നേഹിക്കുന്ന വീട്ടിൽ മരണം നടന്നിട്ട് യേശു എന്ത് ചെയ്തില്ല? യേശു അവിടെ തന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് നിന്നു. ആൾക്കാരൊക്കെ ചോദിച്ചു, എന്തുവായി പ്രാർത്ഥിക്കാൻ ഇറങ്ങിയിട്ട് കണ്ടില്ലയോ നിന്റെ വീട്ടിൽ അനർത്ഥം? അല്പ ദിവസം ചോദ്യത്തിന്റെ മുമ്പിൽ ഈ കുടുംബം ഒന്ന് ചൂളിപ്പോയി, തല കുനിച്ചുപോയി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വാർത്ത കേൾക്കുന്നു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഞാനൊരു പ്രവചന ദൂത് പറയാം, നിന്റെ വിഷയത്തിൽ ഗുരു എഴുന്നേക്കാൻ നേരമായി. നിന്റെ കാര്യത്തിൽ ഗുരു ഇറങ്ങുക. കണ്ടോ, ആ ദൂതിന്റെ ഗഹനമായ ഭാഗത്തേക്ക് വരികയാ. യേശുവിന്റെ നാമത്തില് ആരിടപെട്ടാലും നടക്കാത്ത കാര്യം യേശു ഇടപെട്ടാൽ നടക്കും. കാനായിലെ കല്യാണ വീട്ടിലെ വിരുന്നിനിടയിൽ തീർന്നു പോയ വീഞ്ഞ് ബേക്കറിയിൽ കിട്ടുന്ന വീഞ്ഞല്ല, നീണ്ട ദിവസങ്ങളിലെ പ്രോസസ്സിങ്ങിൽ കൂടെ പുറത്തു വരേണ്ട വീഞ്ഞ. നിറമുള്ള, മണമുള്ള, ഗുണമുള്ള വീഞ്ഞിനെ
സൃഷ്ടിക്കാൻ നീണ്ട മാസങ്ങൾ വേണം. പക്ഷെ നിറമുള്ള, മണമുള്ള, ഗുണമുള്ള വീഞ്ഞിനെ ഉണ്ടാക്കാൻ ദൈവത്തിന് ഒരു വാക്ക് മതി. കണ്ടോ? അപ്പൊ മനുഷ്യർക്ക് കഴിയാത്തത് ചെയ്യുന്നവന്റെ പേരാ ദൈവം. ഒന്ന് കൈവെടുത്ത് പറ, മനുഷ്യർക്ക് കഴിയാത്തത് ദൈവം ചെയ്യുമെന്ന് പറ. ഹല്ലേലൂയ. ഒന്നുകൂടെ കൈവെടുത്ത ചേട്ടാ, നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യാൻ പോവുക. ചിരിച്ചോണ്ട് പറഞ്ഞ, നിനക്ക് വേണ്ടി ചിലത് ഇത് വീടുകളിൽ ഇരുന്ന് കാണുമ്പോൾ നിനക്ക് വേണ്ടി ആ മാറ്റിവെച്ച ഭയന ദൈവം ചെയ്യാൻ പോവുക. നിന്റെ കുഞ്ഞിന്റെ ആ മാറ്റിവെച്ച വിഷയം ദൈവം ചെയ്യാൻ പോകുകയാ. നിന്റെ വീടിന്റെ ആ അവസ്ഥ ദൈവം മാറ്റാൻ പോകുകയാ. ഇത് മനുഷ്യന്റെ കരമല്ല, ഇത് ദൈവത്തിന്റെ കരമാണ്. നിനയാത്ത നാഴികയിൽ ആ ദൈവ പ്രവൃത്തി പൂർണ്ണമായി വിശ്വസിച്ചോ, പൂർണ്ണമായി വിശ്വസിച്ചോ. നിന്റെ വീടിന്റെ നിന്ന മാറാൻ പോകുകയാ. അപമാനിക്കപ്പെട്ട നിന്റെ വീടിന്റെ ചരിത്രം മാറാൻ പോകുന്നു. അപ്പൊ യേശുവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, എൻ്റെ സഹോദരനായ ലാസർ, എൻ്റെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, ഞാൻ അവനെ ഉണർത്താനായിട്ട് പോകുന്നു. ശിഷ്യന്മാരും എല്ലാം കൂടെ പരിവാരങ്ങൾ വരികയാണ്. വന്നപ്പോൾ മാർത്ത വടി വെച്ച് ഏറ്റുമുഖാമി അവരെ സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ഭാഗമൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ചുരുക്കി പറയാം, മാർത്തയോട് യേശു സംഭാഷിച്ച് കഴിഞ്ഞ് പറഞ്ഞു, നീ മറിയെ വിളിച്ചോണ്ട് വാ. മാമി ഓടിച്ചെന്നിട്ട് പറഞ്ഞു, മറിയോട് പറയാ, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. വാമി ക്ഷണിക്കേണ്ടവൾ വരാതെ അവൻ ഗ്രാമത്തിൽ കടന്നില്ല. നിന്റെ ഇന്നത്തെ വരവ് നോക്കി ഇരിക്കുക കർത്താവ് നിന്റെ കാര്യത്തിൽ ഇടപെടാൻ. ഇന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വെറുതെ അല്ല. ഗുരു വന്നിട്ടുണ്ട്, ഗുരു വന്നിട്ടുണ്ട്. മറിയ ഓടി വന്നു, കാൽക്കൽ വീണു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ല. ഹല്ലേലൂയ. ഇവൾ ഓടുന്ന കണ്ടപ്പോൾ യഹൂദന്മാര് പറഞ്ഞു, കല്ലറയിൽ കരയാൻ പോകുന്നു. അവനും കൂടെ ഓടി. നിന്റെ വീട്ടിൽ ചില വിഷയം സൈലന്റ് ആണെങ്കിൽ നിന്റെ വീട്ടിൽ നടക്കാൻ പോകുന്ന ദൈവപ്രവൃത്തി കാണാനും ചിലർ ഓടും. ജീസസ്, ജീസസ്. ശിഷ്യന്മാർ ആശ്ചര്യഭരിതരായി. ശിഷ്യന്മാരെല്ലാം അത്ഭുതപ്പെട്ട് നിൽക്കുക. ഹല്ലേലൂയ. യേശു മറിയോട് ചോദിക്കുക, സംസാരമൊന്നും യേശു മൈൻഡ് ചെയ്യുന്നില്ല. അവനെ വെച്ചത് എവിടെ? കർത്താവ് ചോദിക്കാം, നിന്റെ പ്രശ്നം എവിടാ മോനെ? നീ എനിക്കൊന്ന് കാണിച്ചതാ. നീ എൻ്റെ അടുക്ക വന്നാ പോരാ, നീ കാണിച്ചു തരണം. എൻ്റെ മോന്റെ ഇന്ന കാര്യത്തെ ദൈവം തൊടണം. നീ കാണിച്ചതാ, ഞാൻ വരാം. യേശുവിന്റെ ചോദ്യം, അവനെ വെച്ചത് എവിടെ? ഒന്ന് കൈവടുത്തി വരും. എവിടാ നീ വരും? നിന്റെ പ്രശ്നം ഇന്ന കാര്യമാണെന്ന് നീ തുറന്നു പറ. അവനെ എവിടെയാ വെച്ചത്? ഹല്ലേലൂയ. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഉറപ്പ് തരിക. ചിലര് പ്രാർത്ഥനാ വിഷയം പേപ്പർ എഴുതി തന്നാ പോരാ, ഇന്ന് കാണിച്ചു കൊടുക്കണം ഇന്ന വിഷയത്തെ. എൻ്റെ മോടെ കല്യാണത്തിന്റെ കാര്യം, എൻ്റെ കുടുംബജീവിത, അതൊന്ന് കാണിച്ചു കൊടുത്ത ദൈവത്തെ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഗുഹയുടെ വാതിക്കൽ കർത്താവ് ചെന്നിട്ട് ഒരു വിളിയാണ്, ലാസറേ പുറത്തു വാ. മരിച്ച നാറ്റമ്പച്ചവൻ മരണത്തിൻ്റെ മണമില്ലാതെ പുറത്തു വന്നു. ഇവിടെ ഒരു ദൂത് പറയാം, ഈ ശബ്ദം ജീവിപ്പിക്കുന്ന ശബ്ദമാണ്. ഒരാമയും പറയണം. നിന്റെ ജീവിതത്തിൽ ഇല്ലായ്മപ്പെട്ട് പോയടത്ത് ഈ ഒരു ശബ്ദം മുഴങ്ങിയാൽ മതി. എത്ര പേർക്ക് ആമയും പറയാൻ പറ്റും? അവൻ കയ്യും കാലും കെട്ടപ്പെട്ടവനായി വെളി വന്നു. അടുത്ത ദൂത് ഇനി ആമി ജനത്തോടാ ദൂത് കൊടുക്കുന്നത്, കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. മഹത്വമിറങ്ങിയ വിഷയത്തിലും ഒരു കെട്ട് കിടക്കുക, അതിനെ അഴിച്ചേക്കാൻ പറഞ്ഞു. ഇന്ന് പകൽ മഹത്വം ഇറങ്ങിയെടുത്തും ദൈവം പറയുക, ചിലരുടെ കെട്ടഴിച്ചു വിട്. അവനൊന്ന് മൂവ് ചെയ്യട്ടെ, അവനൊന്ന് ചലിക്കട്ടെ, അവനൊന്ന് ചലിച്ചു തുടങ്ങട്ടെ. നോക്കിക്കേ, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാഴ്ചയാ. 12-ാം അധ്യായത്തിൽ പന്തിയിൽ ലാസർ ഇരുന്നു. എവിടെ ഇരുന്നു? ഇന്നലെ 4 നാൾ മുമ്പേ ആ വീടിൻ്റെ ഉമ്മറത്ത് കറുപ്പ് പുതപ്പിച്ച് കിടത്തിയവനെ 4 നാൾ കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ ഉമ്മറത്തെ പന്തിയിൽ ദൈവം വെള്ള ഉടുപ്പിച്ചിരുത്തി.
എത്ര വലിയ ദൈവമാ! പുതപ്പിച്ച് കിടത്താനാ ചിലരുടെ ശ്രമം, ഉടുപ്പിച്ചിരുത്താനാ ദൈവത്തിന്റെ പദ്ധതി. നാട് നോക്കി കാണുക, നിന്റെ വീട്ടിൽ വിലാപത്തിൽ കരഞ്ഞവര് തന്നെ നിന്റെ വീട്ടിലെ സന്തോഷത്തിൽ പങ്കുചേരും. നിന്റെ വീട്ടിൽ സങ്കടപ്പെട്ട് കരഞ്ഞവർ തന്നെ നിന്റെ സന്തോഷത്തിൽ പങ്കുചേരും. ഇതാ ദൈവത്തിന്റെ സന്ദേശം. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ദൈവപ്രവൃത്തി കണ്ട് ശിഷ്യന്മാരെല്ലാം അത്ഭുത നിറഞ്ഞവരായി യേശുവിനെ നോക്കി നിൽക്കുകയാ. ഹല്ലേലൂയ. യേശുവിൻ്റെ ഓരോ പ്രവൃത്തി ഇങ്ങോട്ട് നോക്കി. അവൻ്റെ ശ്വാസത്തില്, അവൻ്റെ വസ്ത്രത്തില്, അവൻ്റെ തുപ്പലില്, അവൻ്റെ സ്പർശനത്തില്, അവനെ തൊട്ടതിലൊക്കെ ഉള്ള അത്ഭുതം അവർ കണ്ടുകൊണ്ടിരിക്കുക. അവൻ നിലത്തൊന്ന് തുപ്പിച്ചേറ ഉണ്ടാക്കി കണ്ണിന്മേ പൂശിയപ്പം കണ്ണില്ലാത്തവന് കണ്ണുണ്ടായി. അവനൊന്ന് തൊട്ടപ്പം ഭരണശക്തികൾ വഴിമാറി. നോക്കിക്കേ, അവന്റെ വസ്ത്രത്തെ തൊട്ടപ്പം ബാധ ഒഴിഞ്ഞു സ്ത്രീയുടെ. അവന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ ബന്ധനങ്ങൾ അഴിയാൻ തുടങ്ങി. അവനെ അടിമുടി നോക്കുകയാ. അവൻ തുപ്പലിനകത്ത്, അവന്റെ വസ്ത്രത്തിനകത്ത്, അവന്റെ തൊടിയിലിനകത്ത്, അവന്റെ ശ്വാസത്തിനകത്ത് ഒക്കെ നടക്കുന്ന വിടുതലുകൾ കണ്ട് അടിമുടി യേശുവിനെ നോക്കി നിൽക്കുമ്പോൾ യേശു പറയാ, ഞാൻ തേജസ്കരിക്കപ്പെടാനുള്ള സമയമാകുന്നു. ആമേൻ. ഞാനിവിടെ വന്നത് ഇങ്ങനെ ഭൂതങ്ങളെ പുറത്താക്കിക്കൊണ്ടിരിക്കാനല്ല. ഞാനിവിടെ വന്നത് രോഗസൗഖ്യം തന്നുകൊണ്ടിരിക്കാനല്ല. ഞാൻ തേജസ്കരിക്കപ്പെടാൻ പോകുകയാ. അതിൻ്റെ ടൈം ആകുന്നു. എന്നിട്ട് പറയാ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കുന്നു, ചത്തു എങ്കിലോ വളരെ ഫലം കായ്ക്കും. ഞാനെന്ന ഗോതമ്പ് മണി ഈ നിലത്തേക്ക് വീഴാൻ പോവാ, അതില്ലായ്മപ്പെടാൻ പോവാ ഞാൻ. പക്ഷെ എൻ്റെ അകത്തുനിന്ന് 1000 ഗോതമ്പ് മണികൾ പുറത്തു വരാൻ പോവാ. യേശു ക്രിസ്തു എന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് ഇല്ലായ്മപ്പെട്ടോണ്ടാ നീയും ഞാനും ഇന്ന് ഉയർത്തപ്പെട്ട് നിൽക്കുന്നത്. 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു എന്ന ഗോതമ്പ് മണി ദൈവ ക്രോധത്തിന്റെ ചക്കിൽ മെതിഞ്ഞ് ഇല്ലായ്മപ്പെട്ടപ്പോൾ അതിനകത്തുനിന്ന് ജനിച്ച പുതിയ ഗോതമ്പ് മണികളാ നീയും ഞാനും. ഉറപ്പുണ്ട്? ഹല്ലേലൂയ പറഞ്ഞാൽ എന്നെല്ലാം പറഞ്ഞു കർത്താവ് പറയുക. താഴോട്ട് വരുന്ന ഭാഗത്തോട്ടാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. ശിഷ്യന്മാരെല്ലാം അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവിന് നിങ്ങളോട് നോക്കിയേ, ഈ ദൈവപ്രവൃത്തി കണ്ടപ്പം കർത്താവ് ആരെ വിളിച്ചാലും അവർ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുക. സ്തോത്രം. ഈ കർത്താവിൻ്റെ വിളിയൊക്കെ ഭയങ്കര രസകരമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. ഞാൻ നിങ്ങളോട് പറയാം, ഇതിനകത്തും ദൈവവിളി ഉള്ളവർ ഇരിപ്പുണ്ട്. ചിലരെയൊക്കെ വിളിച്ചിറക്കാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ട്. എന്നിട്ട് കർത്താവ് പഠിപ്പിക്കുന്നൊരു ഭാഗമാണ് 26ാമത്തെ വാക്യം. ശ്രദ്ധിക്കണം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നെ അനുഗമിക്കട്ടെ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്താണ് ദൈവത്തിന് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ? ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. നിന്റേതല്ലാതെ ദൈവനാമത്തിന് വേണ്ടി എന്തു നീ ചെയ്താലും അത് ശുശ്രൂഷയായിട്ടാ ദൈവം കാണുന്നേ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഒരു സുവിശേഷത്തെ ലഘുലേഖ കൊടുക്കുന്നതും ശുശ്രൂഷയാ, പ്രസംഗിക്കുന്നതും ശുശ്രൂഷയാ, ഒരു സഭ ഓർഡറിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്നതും ശുശ്രൂഷയാ, രാത്രിയും പകലും ഉറങ്ങാതെ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതും ശുശ്രൂഷയാ. അങ്ങനെയാണെങ്കിൽ ധാരാളം ശുശ്രൂഷക്കാർ ഇരിപ്പുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും. ഞാൻ നിങ്ങളോട് പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ വേലയാണ് കർത്താവിന്റെ വേല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഒന്ന് കൈ കൊടുത്ത് വെച്ച് പറ, കർത്താവിന്റെ വേല ഏറ്റവും വലിയ ശുശ്രൂഷയാന്ന് പറ. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വെളിപ്പാട് ലഭിച്ചവര് കുറവാ. ഹല്ലേലൂയ. വെളിപ്പാട് ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക. ഞങ്ങൾ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറുമ്പോൾ പ്രസംഗമല്ല, ഞങ്ങളിൽ ദൈവം അതിമഹത്തായ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചില സമയത്തൊക്കെ യൂട്യൂബുകളിലൊക്കെ പ്രസംഗങ്ങൾ ധാരാളം കാണാറുണ്ട്. ഓരോരുത്തവരുടെയൊക്കെ ശുശ്രൂഷയെ വിമർശിക്കുന്ന ധാരാളം വിമർശകർ കണ്ടേക്കാം. പക്ഷെ അതല്ല ഇവിടെ വിഷയം. നീ കൺമുമ്പിൽ കാണുകയാ ചിലരിൽ പകർന്ന ശുശ്രൂഷ. ഞാൻ ആഗ്രഹിക്കുന്ന ചിലരെ ആഴമേറിയ ശുശ്രൂഷയ്ക്കായി ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ.
ഒരിക്കലൂടെ കർത്താവിൻ്റെ ദാസൻ സ്തോത്രം 1,00,000 പേര് കൂടുന്ന ഒരു വലിയ ക്രൂസൈഡിൽ പ്രസംഗിച്ചു കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം സാക്ഷി പറയുന്നൊരു ഭാഗം TV ചാനലുകളിൽ വന്നു. ഞാൻ യൂട്യൂബിൽ കാണാനിടയായി. ആ ദൈവദാസൻ്റെ ടെസ്റ്റിമണി ഇങ്ങനെയാണ്. അദ്ദേഹം ശുശ്രൂഷയിൽ ഒത്തിരി രോഗികളെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ യേശു സൗഖ്യമാക്കുന്ന കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം താൻ വർഷങ്ങളായി രോഗികളെ സൗഖ്യമാക്കുന്നെങ്കിലും തനിക്കൊരു രോഗമുണ്ട്, അത് വർഷങ്ങളായി സൗഖ്യമായിട്ടില്ല. സ്തോത്രം, ശ്രദ്ധിക്കണം. ഒരു ദിവസം ദൈവത്തിന് സ്തോത്രം, ആയിരക്കണക്കിന് ആൾക്കാർ കൂടി ഒരു വലിയ മീറ്റിങ്ങിൽ വെച്ച് രോഗികളെ എല്ലാ സ്റ്റേജിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. 100-600 രോഗികൾ ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക. ഒരു ലേഡി വന്ന് അദ്ദേഹത്തോട് ഒരു രോഗം പറഞ്ഞു. എനിക്ക് ഇന്ന രോഗമുണ്ട്, അത് സൗഖ്യമാകണം. തൻ്റെ മിനിസ്ട്രിയിൽ ആദ്യമായിട്ട് തനിക്കുള്ള അതേ രോഗം ആ 66 വയസ്സുള്ള ആ സ്ത്രീയുടെ ശരീരത്തിലുമുണ്ട്. ആ ദൈവദാസൻ ആ സ്ത്രീയുടെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. എന്തു സംഭവിച്ചെന്നറിയത്തില്ല. പക്ഷെ താൻ വീട്ടിൽ ചെന്നപ്പോൾ തൻ്റെ വർഷങ്ങളായുള്ള ആ രോഗം എന്നേക്കുമായി മാറിക്കിട്ടി. ചില ശുശ്രൂഷയിൽ ജനം വിടുവിക്കപ്പെടുമെങ്കിൽ ചില ശുശ്രൂഷയിൽ ശുശ്രൂഷകന്മാർ വിടുവിക്കപ്പെടും. ഞാനൊരു ആത്മീക ദൂതോടെ പറയാം. സക്കറിയ പുരോഹിതന്റെ ശുശ്രൂഷയിൽ ആയിരങ്ങൾ വിടുവിക്കപ്പെട്ടിട്ടുണ്ട്, ആയിരങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ശുശ്രൂഷയിൽ താൻ വിടുവിക്കപ്പെട്ടു. തൻ്റെ വർഷങ്ങളായുള്ള പ്രാർത്ഥനയായിരിക്കും തനിക്ക് കുഞ്ഞുങ്ങളില്ലെന്ന്. എല്ലാ ശുശ്രൂഷയും ജനത്തിന് ഫലിച്ചെങ്കിൽ അന്നത്തെ ശുശ്രൂഷ തനിക്ക് ഫലിച്ചു. ശുശ്രൂഷകന്മാരോട് ഞാൻ ഓർപ്പിക്കുക, ചില ശുശ്രൂഷ നിങ്ങൾക്കും ഫലിക്കും, ചില ശുശ്രൂഷ ജനത്തിന് ഫലിക്കും, ചില ശുശ്രൂഷ സഭയ്ക്ക് ഫലിക്കും. എത്ര വർഷമായി നിനക്ക് ബാക്ക് പെയിൻ തുടങ്ങിയിട്ട്? 2 വർഷമായി. ഇരിക്കാൻ പറ്റത്തില്ല, എഴുന്നേക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല. 2 കൈയും മേപ്പോട്ട് പൊക്കിയാട്ട്. നടുവിൽ കൈവച്ചിട്ട്, നടുവെ കൈവച്ചു. ഹീലിംഗ് പവർ യേശു തൊട്ടാറ്റ് പോലെ പവർ ഇവിടെ സൗഖ്യമാണ്. മോളെ, നിനക്ക് ചെയ്യാൻ പറ്റാത്തൊക്കെ എന്നെ ചെയ്തു നോക്കിയേ. ഒന്ന് ഇരുന്നേറ്റ് എഴുന്നേറ്റ്. വേദനയില്ല, കേറി വാ, കേറി വാ. സിസ്റ്ററെ, എത്ര നാള് കൊണ്ട് ഈ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു? 2 വർഷമായിട്ട്. കുനിയാൻ പറ്റത്തില്ല, നൂരാൻ പറ്റത്തില്ല. ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുനിഞ്ഞോ? ഇരുന്നോ? എഴുന്നേറ്റോ? ഇച്ചിരിയിലും വേദന ഇല്ല, ഒട്ടുമില്ല. അതിപ്പോ അങ്ങനെ എങ്ങനെ സൗഖ്യമായേ? യേശു തൊട്ടു. നിന്റെ അസ്ഥികൾ ഇളം പുല്ല് പോലെ തഴയ്ക്കുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയ വാക്യം നിറവേറത്തക്കവണ്ണം യേശു ഇവിടെ തൊട്ടിരിക്കുന്നു. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കൊരു ദൈവ നിയോഗം. നിങ്ങൾക്ക് എവിടെ രോഗമുണ്ടോ അവിടേക്ക് നിങ്ങളുടെ കൈകളെ വെക്കുക. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ കൈവെക്കുമ്പോൾ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് യേശുവും കൈവെക്കും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കും, നിങ്ങൾ വിടുവിക്കപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിൻ്റെ അദൃശ്യകരം അവരെ തൊടുമാറാകണം. ഇന്നുവരെ വെളിപ്പെടാത്തൊരു വലിയ ദൈവപ്രവൃത്തി നിന്റെ നാമത്തിൽ അവരുടെ മേൽ വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അവരുടെ രോഗങ്ങൾ വഴിമാറട്ടെ. അവർ കൈവച്ച സ്ഥലത്ത് യേശുവിൻ്റെ കൈ തൊടണം. ഇപ്പോൾ അവർ സൗഖ്യമാകണം. അവരെ അലട്ടുന്ന പ്രതിസന്ധികൾ അവരെ വിട്ട് ഓടിപ്പോകട്ടെ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുത വിടുതൽ സംഭവിച്ചു തുടങ്ങട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. ഈ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. അവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം റിലീസാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഒരു ബർത്ത്ഡേ വരുമ്പോൾ, ഒരു വെഡിങ് ഡേ വരുമ്പോൾ, ഒരു നല്ല ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വകയായിട്ട് ഇങ്ങനൊരു ശുശ്രൂഷ നടത്താം. ജനലക്ഷങ്ങളിലേക്ക് വചനം പകരാൻ ഇടയായിത്തീരും.
നിങ്ങൾക്ക് ഈ സുവിശേഷ പ്രവർത്തനത്തെ സഹായിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ വകയായിട്ട് കോൺട്രിബ്യൂഷൻ ഈ പ്രവർത്തനത്തിന് വേണ്ടി അയച്ചു തരിക. കൂട്ടായി പ്രവർത്തിക്കാം, കൂട്ടായി കൈകോർക്കാം, കൂട്ടായി യേശുവിനെ ഉയർത്താം. നമുക്കൊന്നിച്ച് യേശുവിന്റെ രാജ്യത്ത് പോകാം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.